നന്ദു, അവിടെ ചെന്നിട്ടൊന്ന് വീട് വരെ പോണം. എന്താ അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഏയ്, അച്ഛന്റെ വിവരം അറിയാഞ്ഞ് ഒരു മനപ്രയാസം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടോന്നറിയണം. ആള് സേഫ് ആണെന്നറിഞ്ഞ ഒരു സമാധാനമുണ്ട്. ഞാൻ അന്വേഷിക്കാം ദേവി. ദേവി സമാധാനിട്ടിരിക്കെ. അന്വേഷിച്ച് അറിയാൻ ശ്രമിച്ച് കക്ഷി അങ്ങോട്ട് വരാതിരിക്കാൻ നോക്കണം. തിരിച്ചു വന്ന കഥ വീണ്ടും ആവർത്തിക്കും. ദേവികയുടെ അച്ഛനാ. ഇയാളെന്താ ഇങ്ങോട്ട് വരുന്നേ? മൈൻഡ് ചെയ്യാതെ പോവാ. നീ ഏതാ? എന്താ കാര്യം? എന്നോട് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാനിവിടുത്തെ ബന്ധുക്കാരനാ, മുരളിയുടെ അമ്മായച്ചനാ. മനസ്സിലായില്ലേ? എന്റെ മോളെ മുരളി കെട്ടിയേക്കുന്നേ. നീ ഏതാ? ഞാൻ മുരളിയുടെ ഭാര്യ. ആ, നീയാണോ അപ്പൊ ഇപ്പോഴത്തെ മുരളിയുടെ ഭാര്യ? അന്ന് തട്ടിക്കൊണ്ടുവന്ന് അമ്പലത്തിൽ വെച്ച് കെട്ടിയത് നിന്നെയായിരുന്നു അല്ലേ? പെട്ടെന്ന് കണ്ടപ്പോ അങ്ങ് മനസ്സിലായില്ല. അല്ല, അന്ന് നിനക്ക് ഈ കണ്ണടയൊന്നും ഇല്ലായിരുന്നല്ലോ. നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ലാന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. ഇല്ല, ഞാൻ മാധവൻ, മംഗലശ്ശേരി മാധവൻ, മുരളിയുടെ ആദ്യ ഭാര്യയുടെ അച്ഛനാ. അന്ന് അമ്പലത്തിൽ വെച്ച് അലമ്പുണ്ടാക്കിയ ആളല്ലേ? ആ, അത് തന്നെ. ഒരച്ഛന്റെ കടമയെ ഞാൻ ചെയ്തുള്ളൂ. അതിനാ അവന്മാർ എന്റെ ഈ കൈ തല്ലി ഓടിച്ചത്. ഇക്കാലത്ത് നേരും നിറയായിട്ട് ജീവിക്കുന്നവർക്ക് ഇതാ ഗതി. അങ്കിള് പിന്നെ അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയതുണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്ത് പ്രശ്നം? എന്റെ മോളെ കെട്ടിയവൻ രണ്ടാമത് വേറെ പെണ്ണെ കെട്ടുമ്പോ ഞാൻ കയ്യും കെട്ടി നോക്കിയെന്ന് സദ്യയും വടിച്ചു നക്കി തിന്ന് പോരണായിരുന്നോ? നിന്നെ ഉപേക്ഷിച്ചവൻ വേറെ ഒരുത്തിയെ കെട്ടുമ്പോ എന്റെ ഈ വേദന നിന്റെ അച്ഛൻ അനുഭവിക്കും. അപ്പൊ എന്റെ സങ്കടം നിന്റെ അച്ഛനിലൂടെ നിനക്ക് മനസ്സിലാവും. മനസ്സിലായോ? അല്ല, അങ്കിളിന് ഇപ്പൊ എന്താ വേണ്ടേ? മുരളിയെ മുരളിയെ എനിക്കൊന്ന് കാണണം. മുരളിയേട്ടൻ ഇവിടെ ഇല്ല. ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നാ കാണാൻ പറ്റും. എനിക്ക് സമയമായി, ഞാൻ അംഗൻവാടിയിലേക്ക് പോവാ. എന്താ? നിനക്ക് രാധിക എവിടെയാ താമസിക്കുന്നതെന്ന് അറിയാവോ? അതാരാ? എന്റെ ഭാര്യ. എനിക്കറിയില്ല. ഞാൻ പലരോടും ചോദിച്ചു, ആർക്കും അറിയത്തില്ല. അവളെയും പിള്ളേരെയും കാണാനായിട്ട് എനിക്കൊരു മനസമാധാനമില്ല. എനിക്കറിയാത്തോണ്ടാ. മുരളിയേട്ടനെ കണ്ട് ചോദിക്ക്. മുരളിയേട്ടന് ചിലപ്പോ അറിയായിരിക്കും. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ദേവികയുടെ നമ്പർ ഒന്ന് കൊടുത്തു. നമ്പർ കൊടുത്താ അത് പണിയാവും. ദേവികയ്ക്ക് പിന്നെ ഒരു സമാധാനം കിട്ടില്ല. അല്ലെങ്കിൽ നീ ഒന്ന് വിളിച്ചു തന്നാലും മതി. ദേവികയുടെ നമ്പർ എന്റെ കയ്യിലില്ല. എനിക്കതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. നീ വിളഞ്ഞ വിത്ത എന്റെ മരുമോനെ കറക്കിയെടുത്തോളല്ലേ നീ. അങ്കിൾ എന്താ ഈ ആലോചിക്കുന്നത്? ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് മുരളിയേട്ടനെ കണ്ട് ചോദിക്ക്. അറിയാമെങ്കിൽ പറഞ്ഞു തരും. മോളെ, വീട്ടിലാരുമില്ലേ? ഇല്ല. ഓട്ടോ സ്റ്റാൻഡ് ഒരു നടക്കാൻ വയ്യ. മോള് മുരളി വിളിച്ചൊന്നും ഇങ്ങോട്ട് വരാൻ പറ. അതന്നെ അവിടെ ഇങ്ങനെ കാണിച്ചേ. സൗകര്യമില്ലെന്ന് പറഞ്ഞാ പറ്റത്തില്ല എന്നങ്ങ് പറഞ്ഞാ പോലെ. ആ, വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാം. മുരളി വരട്ടെ. ആദ്യം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ. ആ പൂതന വരാതിരുന്നാ മതിയായിരുന്നു. എന്തൊരു വിശപ്പായത്. എന്റെ താടക. മറ്റവള് പണി തന്നിട്ടാണല്ലോ പോയത്. വീട് കുത്തി തുറന്ന് 150 പവൻ കവർന്നു. ഈ കള്ളന്മാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാതായല്ലോ.
വീട്ടിൽ ആരും ഇല്ലാത്ത അപ്പോഴായിരുന്നു സംഭവം. അയ്യോ, ഇവിടെ കാലുകുത്താൻ ഈ മറുപടി സമ്മതിക്കില്ല. ആ, എന്തെങ്കിലും പ്ലാൻ ചെയ്ത് നോക്കാം. നാട്ടിലിപ്പോ മോഷണവും പീഡനവും മാത്രമായി. മനസമാധാനത്തോടുകൂടി ഇനി എങ്ങനെ ജീവിക്കും? ആരെപ്പോഴാ കയറി പിടിക്കണമെന്ന് പേടിച്ചു വേണം ജീവിക്കാൻ. അതാ കുടിയതല്ലേ? എന്താണോ? എങ്ങോട്ട് പോവുക? അത് ഞാൻ തന്നോട് എന്തിനാ പറയണത്? ഭാർഗവി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? താൻ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? തനിക്കിവിടെ വരേണ്ട കാര്യം എന്താ? എല്ലാവരെയും ഒന്ന് കാണാൻ വന്നതാ. മുരളി മോൻ എന്തിയെ? അവനിവിടെ ഇല്ല. മോനെ കണ്ടിട്ട് ഒരു കാര്യം അറിയാനാ ഞാൻ വന്നത്. അവന് ഓട്ടത്തിന് പോയിരിക്കുക, അങ്ങ് ദൂരെ, ഒരുപാട് ദൂരെ. 2-3-4 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ഓ, അത് സാരമില്ല. മോനെ കാണാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്തിനാ അവനെ കാണുന്നത്? അവനും താനുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അവൻ വേറെ കല്യാണവും കഴിച്ചു. ഞാൻ വന്നത് മോനോടൊരു കാര്യം ചോദിച്ചറിയാനാ. എന്ത് കാര്യം? രാധിക എവിടെയാ താമസിക്കുന്നത് മുരളിക്ക് അറിയാം. അതൊന്നും അറിഞ്ഞാ മതി എനിക്ക്. തന്റെ ഭാര്യ എവിടെ താമസിക്കുന്ന അവൻ എങ്ങനെ അറിയാനാ? അവനത് അറിയേണ്ട കാര്യമില്ല. എന്നാ ഭാർഗവി പറഞ്ഞാ മതി. രാധിക എവിടെയാ താമസിക്കുന്നേ? ചേടാ, ഇത് വലിയ ശല്യായല്ലോ. നിങ്ങളുടെ ഭാര്യ എവിടെ താമസിക്കുന്നേ ഞാനും എന്റെ മോനും പറഞ്ഞിട്ട് എന്തിനാ? ഞങ്ങൾക്കൊന്നും അറിയില്ല. താനൊന്ന് പോയേ. നിങ്ങൾക്കറിയാം. അവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നതേ മുരളി അവന്റെ കൂട്ടുകാരനും കൂടിയാ. അത് എനിക്ക് പോകാൻ വേറെ ഇടമില്ല. മംഗലശ്ശേരി ഒക്കെ കൈവിട്ട് പോയി. തനിക്ക് അങ്ങനെ തന്നെ വേണോ? തന്റെ കയ്യിൽ കൊണ്ടാണല്ലോ എല്ലാം പോയത്. എന്തൊരു നെകളിപ്പായിരുന്നു. പോകാൻ ഇടയില്ലെങ്കിലേ വല്ല അനാഥാലയത്തിലും പോണം. അയ്യോ, അനാഥാലയോ? കൊറേ കണ്ണീര് കുടിപ്പിച്ചല്ലേ ആ തള്ളേ മക്കളെ. അവരെവിടെയാ താമസിക്കുന്നതെന്ന് അറിയാമെങ്കിലും ഞാനത് തന്നോട് പറഞ്ഞു തരില്ലടൂ. ഉറപ്പാണോ? ആ, ഉറപ്പാ. അവിടെ നിക്കടോ. എങ്ങോട്ടാ താൻ ഈ ചവിട്ടി പൊളിച്ച് കയറി പോണത്? ഞാനിവിടെ കയറി അങ്ങ് താമസിക്കും. ആ, അങ്ങനെ അങ്ങ് താമസിക്കാനേ ഇത് തന്റെ അച്ചി വീടാണോ? ആ പടി കയറിയാലേ തന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നോക്ക്, ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. രാധികയുടെ താമസസ്ഥലം പറഞ്ഞു തന്നാ ഞാൻ അങ്ങ് പൊക്കോളാം. എനിക്കറിയില്ല, ഞാനത് അന്വേഷിച്ചിട്ടില്ല. എനിക്കത് അറിയേണ്ട കാര്യമില്ല. എങ്കിൽ മുരളി വരട്ടെ, അവൻ സ്ഥലം പറഞ്ഞു തന്നാ ഞാനങ്ങ് പൊക്കോളാം. അതുവരെ ഞാനിവിടെ ഇരിക്കും. അവിടെ നിക്കടോ. ഇത് വഴിയമ്മല് സത്രമൊന്നുമല്ല വഴി പോകുന്നവർക്ക് കയറിയിരിക്കാൻ. ഇറങ്ങിപ്പോടോ. കുന്തളിച്ച് അങ്ങോട്ട് കയറി വന്നിരിക്കുക. എടോ, ഇറങ്ങി പോകാനല്ലോ പറഞ്ഞത്. എടോ, അങ്ങോട്ട് ഇറങ്ങാൻ. വേഗത്ത് തുടരുത്. തൊട്ടതാൻ എന്ത് ചെയ്യടോ? മര്യാദക്ക് ഇവിടുന്ന് പോകുന്നത് നല്ലത്. ഇല്ലെങ്കിലേ തന്റെ കൈയൊടിഞ്ഞു തൂങ്ങിയ പോലെ തന്റെ കാലൊടിഞ്ഞു തൂങ്ങും. ഇല്ലേ, എന്റെ ദേഹത്ത് നിങ്ങൾ തൊടില്ല. പീഡന ശ്രമത്തിന് ഞാനൊരു പരാതി കൊടുത്താ അടുത്ത നിമിഷം നിങ്ങൾ അകത്താ. അവിടെ ചെന്നാലേ ഉണ്ട തിന്നേണ്ടി ഒരു ഉണ്ട. അതെ, ഇതും പറഞ്ഞൊന്നും എന്റെ പേടിപ്പിക്കണ്ട. പീഡിപ്പിച്ചൊന്നും പറഞ്ഞേ പെണ്ണുങ്ങളാ പരാതി കൊടുക്കുന്നത്, അല്ലാതെ ആണുങ്ങളല്ല. അപ്പൊ നിയമം അറിയൊന്നും അറിഞ്ഞില്ലേ? നിയമം എപ്പോഴാ മാറിയത്? ഇപ്പൊ ഞാനേ ഒരു വികലാംഗന. ഒരു പരാതി കൊടുത്ത പണി ഇരട്ടിയാ. ഡബിള് ഡബിള്. മനസ്സിലായ എന്നാ കളി? അവിടെ നിക്കടോ. താൻ എന്ത് പോക്രിത്തരാടോ കാണിക്കണത്? എന്റെ വീട്ടിൽ ഇറങ്ങി പോടെ കളവാ. ഭാർഗവി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല. എനിക്കൊരു ഉത്തരം കിട്ടണം. ഈടോ, തന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഭാർഗവി എന്നെ തല്ലിക്കോ, വേണേ കൊന്നോ. ദേ, ഭാർഗവി അഴിയുന്നു. ഞാൻ ചത്താലേ പോലീസുകാർ വന്ന് നിന്നെ പിടിച്ചോണ്ടേ തൂക്കിക്കൊള്ളു. അയ്യോ, മുരളിയും പെങ്ങന്മാരും അമ്മയില്ലാത്ത മക്കളാവും. വേണോ? എന്നാ കൊല്ല്, കൊല്ല്, കൊല്ലല്ലേ. ആ, കുടിയം കയറി ഇരിക്കുക. എന്തൊരു മാറണ ഇത്. എല്ലാം കൂടി ഇങ്ങോട്ടാണല്ലോ കെട്ടിയെടുക്കുന്നത്. വേഗം ചന്ദ്രത്തേക്ക് പോവാ. 5 കാശിന് വിവരമില്ലാത്തൊരു മാറുത, ബുദ്ധിയും ഇല്ല.
ഇതാണ് ഇനി എന്റെ മംഗലശ്ശേരി. അറിയാലോ സർ, ചികിത്സാവിധികൾക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. സാറിന്റെ വിശ്വാസത്തിനും ആത്മധൈര്യത്തിനുമാണ് ഇവിടെ 1ാം സ്ഥാനം. എഴുന്നേറ്റ് നടക്കുമെന്ന് സാറങ്ങ് തീരുമാനിച്ചാൽ അതങ്ങ് നടക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇല്ലേ? പിന്നെ സിദ്ധാർത്ഥൻ സാർ ഇവിടെ അഡ്മിറ്റ് ആയതോടെ എന്റെ ഹോസ്പിറ്റലിന് ഒരു സ്റ്റാർ വാല്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഡോക്ടർ രാമനുണ്ണി പണ്ടേ സ്റ്റാർ ആണല്ലോ. ഇപ്പൊ അതങ്ങ് ഇരട്ടിച്ച മട്ട. ബലരാമൻ സാർ ദിവസത്തിൽ 2 വട്ടമെങ്കിലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. പിന്നെ മീഡിയാസ് ഇപ്പോ അവരുടെ കോൾസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരാളെ ഡ്യൂട്ടിക്ക് ഇടേണ്ട അവസ്ഥ. പിന്നെ 2-3 ടീം നേരിട്ട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു പോയി. മീഡിയാസിനെ ഒന്നും നമുക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ലല്ലോ സർ. അതാ ഞാൻ പറഞ്ഞു വിട്ടത്. ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്താൽ പിന്നെ ഇവിടെ ക്യൂ ആയിരിക്കും. സാറിന് എന്തായാലും ഈ അവസ്ഥയിൽ ജനങ്ങൾ കാണണ്ട. ഏറിപ്പോയാൽ 1 മാസം, അത് കഴിഞ്ഞ് പ്രസ് മീറ്റ് വെച്ചോളൂ. പഴയതുപോലെ തകർക്കാം നമുക്ക്. എന്താ? അതെ, അങ്ങനെ മതി. പിന്നെ കുറച്ച് രാഷ്ട്രീയക്കാര് അപ്പോയിന്റ്മെന്റ് ചോദിച്ചു വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കാനൊക്കെ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ആർക്കൊക്കെ പെർമിഷൻ കൊടുക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചൊരു ധാരണയില്. പിന്നൊരു കാര്യം, അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് മാത്രം മതി കേട്ടോ. അല്ല, അതും സിദ്ധുവിന്റെ മൂഡ് നോക്കി മതി. ഒരു മിനിറ്റ്. ഹലോ. ആ, അവൾ ഈ പഞ്ചായത്തിൽ കാലുകുത്തി അന്ന് തുടങ്ങി ഈ കുടുംബത്തിന് സ്വൈര്യമില്ലാണ്ടാവാൻ. നാണോമാനം എന്താണെന്നറിയാത്ത ജാതിയാ. പീടിയും വലിച്ചു കുത്തിയിരിക്കാൻ ഒരു എളുപ്പമില്ല. ഇനി അയാളെ പുറത്താക്കാൻ എന്തൊക്കെ അഭ്യാസം കാണിക്കണോ എന്റെ ഭഗവാനെ. എവിടെയൊക്കെയോ തെണ്ടിത്തിരിഞ്ഞ് വന്ന് കയറിയിരിക്കുക. അയാളിനെ ഇറങ്ങിപ്പോയി ഞാൻ എന്ത് ചെയ്യൂടി? ഒന്നോർത്താൽ അയാൾ അവിടെ കാരണവരുടെ സ്ഥലത്ത് നിൽക്കുന്നത് നല്ലതല്ലേ? വീട്ടുകാവലിന്റെ ഒരാളാവല്ലോ. നിനക്ക് വീട്ടുകാവലിന് ആളെ ആവശ്യമുണ്ടോ? എങ്കിൽ കൊണ്ടുപോയി നിർത്തി അങ്ങോട്ട്. അയ്യോ, എനിക്ക് വേണ്ട. നിന്റെ വീട്ടിലേക്കല്ലേ വന്ന് കയറിയത്, അപ്പൊ നിനക്ക് കിട്ടിയ ലോട്ടറി അത്. പിന്നെ അയാൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? പേരുദോഷം. പേരുദോഷോ? നീ ഭർത്താവില്ലാതെ കുറെ വർഷങ്ങളായിട്ട് ജീവിക്കുന്നവളല്ലേ. ഇങ്ങനെ ഒരാള് വന്നു കൂടിയാൽ നിന്നെ കൂട്ടിയല്ലേ പറയൂ. പറയൂ? പറച്ചില് മാത്രമല്ല, നീ ഒരു മനുഷ്യജീവിയല്ലേ. ഒരു ദുർബല നിമിഷത്തിൽ നിന്റെ മനസ്സിളകി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ അയാളുടെ സെറ്റപ്പ് ആയില്ലേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്നെ ആട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല. നിനക്കും അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എന്തൊക്കെയായാലും ആണൊരുത്തൻ വീട്ടിലേക്ക് വന്ന് കേറിയാൽ പിന്നെ നീ എന്താ എനിക്ക് സംബന്ധം ആലോചിക്ക? തലയ്ക്ക് വട്ടായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. വല്ല അതിക്രമം ചെയ്താലേ ഞാൻ. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാ പറയാ. എനിക്കിഷ്ടമല്ല, കാണുന്ന എന്നെ വെറുപ്പാണ് എന്നൊക്കെ പറയുന്നവളുപോലെ കുറച്ച് കഴിയുമ്പോഴേ അവന്മാരുടെ കൈയും പിടിച്ച് തുള്ളിച്ചാടി നടക്കുന്നത് കാണാം. മീനാക്ഷി നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞത്. നിർത്തി, സമ്മതിച്ചു. നിന്റെ മനസ്സിളകത്തില്ല. പക്ഷേ അയാൾക്ക് അങ്ങനെ ആകണമെന്നില്ലല്ലോ. പോരെങ്കിൽ 24 മണിക്കൂറും കള്ളും കുടിച്ച് നടക്കുന്ന ആളാ. നിന്നെ അയാൾ കേറി പിടിച്ച് ബലമായി പീഡിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? എടീ, ഇല വന്ന് മുള്ളേ വീണാലും അതെനിക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ചൊല്ല് പറയാതെ വയ്യ. കേട് നിനക്കാ. അയാളുടെ നോട്ടം കണ്ടാൽ അറിയാം, ഒരു ദാഹിക്കുന്ന ചെന്നായാണ് അയാള്. നിന്നെ തന്നെ നോട്ടം വിട്ട് അയാളോട് വന്നിരിക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ ചാരിത്രം അയാള് പിടിച്ചു ചീന്തും. എനിക്കൊന്നുമില്ല.
അത് ശരിയാവില്ല. ദൈവമേ, സത്യമായിരിക്കുമോ? ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. താനെന്താണ് എന്തെങ്കിലും നോക്കരുത്. കുളി കഴിഞ്ഞപ്പോ ഭാർഗവി സുന്ദരി കുട്ടിയായല്ലോ. താനൊന്ന് പുറത്തേക്ക് പോയേ. ഞാനിവിടെ തനിച്ചാ. അതറിഞ്ഞിട്ട് തന്നെയാ ഞാനിവിടെ കാത്തു നിന്നത്. കുളി കഴിഞ്ഞ് വരട്ടെ എന്ന് കരുതി. അയ്യോ, ഇവിടെ ഇപ്പൊ എന്ത് നടന്നാലും ആരും അറിയില്ല. അതിന് തനിക്കെന്താ? താനൊന്നിറങ്ങി പോയേ. വാ, നമുക്ക് അകത്തേക്ക് പോകാം. ചെറ്റേ, ഇറങ്ങണം അങ്ങോട്ട്. ആ, ഈ ദേശത്തിൽ പോലും എന്തൊരു ഭംഗിയാ ഭാർഗവിയെ. ഈ കളവൻ എന്താ? ഒച്ച വെക്കരുത്. ഞാൻ മോഹിച്ചു പോയി. മോഹിച്ചതൊക്കെ സ്വന്തമാക്കിയേ ഞാൻ അടങ്ങൂ. പിന്നെ നോക്കരുതോ കൊഞ്ചിക്കാൻ തന്നെ. നിനക്കെന്താടി പ്രാന്താണോ? എന്താടി എന്ത് പറ്റി? നീ പറഞ്ഞത് നേരാ. അയാൾ എന്നെ എന്തേലും ചെയ്യും. ഇപ്പൊ നിനക്ക് ബുദ്ധി ഉദിച്ചല്ലേ? നീ ആ ഫോണിങ് വന്നേ. അയാളെ വിളിക്കാനാണോ? ഓ, ഫോണിങ് താടി. ഓ, ഇവര് എന്താ മീനാക്ഷമ്മേ? ഞാനടാ. നീ എവിടെയാ? ഞാനിവിടെ സ്റ്റാൻഡിലുണ്ട്. നീ വേഗം നിന്റെ 1-2 തടിമെടുക്കുള്ള കൂട്ടുകാരെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് ഒന്ന് വന്നേ. എന്താ ഇവിടെ? നിനക്കറിയില്ലേ, ആ മാരണത്തിനെ പിടിച്ച് പുറത്താക്കണം. ഇപ്പൊ തന്നെ പുറത്താക്കണം. നീ ഒന്ന് വേഗം വാടാ. ഓ, അതാണ്. അതിന് വേറെ ആളൊന്നും വേണ്ട. എനിക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ. നീ ഒന്നും ചെയ്യത്തില്ലല്ലോ. ഇന്ന് വൈകുന്നേരം ഞാൻ വരുമ്പോ ആ കള്ളൂടിയുടെ ആഭാസന അവിടെ ഉണ്ടാവരുത്. കേട്ടല്ലോ? കേട്ടില്ലേന്ന്? അല്ല അമ്മേ, അത് നീ ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ വരുമ്പോ അയാൾ അവിടെ കണ്ടു പോകരുത്. ഹലോ അമ്മേ, ശരിയാക്കി കൊടുക്കാൻ ഞാൻ. എന്താടി അയാളെ പറഞ്ഞുവിടാൻ പോവാണോ? പിന്നെ വിടാതെ. എടീ, വയസ്സായ വരുവാ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഇനി എന്താ ആലോചിക്കാനാ? അയാൾ അവിടെ കൊത്തിപ്പറിക്ക് നടന്നോട്ടെ. ഒരു രസമില്ലേടി? അവളുടെ ഒരു കൂട്ടുണ്ടാക്കാൻ വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് പണിയെടുക്കണി. അത് ഞാൻ വൃത്തിയോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ, നമുക്ക് തോന്നുമായിരിക്കും. അച്ഛാ, ഞാനും അമ്മ ഇറങ്ങാം. അച്ഛന്റെ കൂടെ ദേവിയുണ്ട്. ഇവിടെ ഒരാൾക്ക് നിൽക്കാൻ അനുവാദമുള്ളൂ. അതുകൊണ്ടാ. ഇവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. ദേവിക വീട്ടിൽ പൊയ്ക്കോട്ടെ. എല്ലാം അറിഞ്ഞുകൊണ്ട് അമ്മ എന്തിനാ വീണ്ടും ഇങ്ങനെ പറയുന്നേ? ദേവി ഇവിടെ ഇല്ലാതെ പറ്റുമോ? ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? സിദ്ധുവിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഇങ്ങനെ ഒരാളിന്റെ ആവശ്യമേ ഇല്ല. എല്ലാം ഇവിടുത്തെ സ്റ്റാഫ് ചെയ്യും. ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രമാണ് ഇവിടെ ഒരു ബൈസ്റ്റാൻഡറുടെ ആവശ്യം. അതിന് ഭാര്യയായ ഞാനാണോ സെർവന്റായി ഇവളാണോ ഇവിടെ വേണ്ടത്? ഡോക്ടർ പറയുന്നതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇവളാണോ? നിനക്കെന്ത് ഇത്രയ്ക്ക് ബോധമില്ലേ? ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നല്ലാതെ നമ്മുടെ അഭിപ്രായം ഡോക്ടർ ചോദിക്കില്ല. അതിപ്പോ ഇവിടെ ആരും എന്നാലും കണക്കാ. ആണല്ലോ. അപ്പൊ ഈ കിടക്കുന്ന ആളിന്റെ ഭാര്യ തന്നെ ഇവിടെ നിൽക്കും. വീട്ടിൽ ഇവിടെ നിർത്തിയത് ഞാൻ അവിടെ ഉള്ളത് കൊണ്ടാ.
രാത്രിയിൽ സിദ്ധുവിന്റെ കൂടെ ഞാനാണ് വേണ്ടത്, മനസ്സിലായില്ലേ? അമ്മേ, രാത്രിയിൽ അച്ഛന്റെ കൂടെ നിൽക്കാൻ നമുക്ക് ആർക്കും പെർമിഷൻ ഇല്ല. ഇവിടുത്തെ സ്റ്റാഫ് ആയിരിക്കും കൂടെ ഉണ്ടാവുക. അതും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായതുകൊണ്ട് ഡോക്ടർ അങ്ങനെ തീരുമാനമെടുത്തത്. ആയിക്കോട്ടെ, അത് കേട്ടിട്ട് എനിക്ക് സിദ്ധുവിനെ ഇവിടെ വിട്ടിട്ട് പോവാൻ പറ്റില്ല. അമ്മേ, വെറുതെ വാശി പിടിക്കണ്ട. നാളെ നിനക്ക് 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാ നീ ആരെ നിർത്തും? നിന്റെ ഭാര്യയോ അതോ വീട്ടിലെ സെർവന്റിനെയോ? അതാണോ നീ ഇത്രയും നാൾ കണ്ടിട്ടുള്ളത്? ഇവളെ ഇവിടെ വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോയാ ഡോക്ടർ രാമനുണ്ണി എന്നെ കുറിച്ച് എന്ത് കരുതും? എന്ത് കരുതാൻ? ഇവിടെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ആളുണ്ടല്ലോ. എന്നാ അച്ഛൻ നിന്നോട് പറഞ്ഞോ? ഓരോന്ന് നീ ഊഹിച്ചെടുക്കുന്നല്ലേ? ഇതുവരെ ഞാനത് സഹിച്ചു, ഇനി വേണ്ട. MLA സിദ്ധാർത്ഥന്റെ ഭാര്യ കൂടെ നിൽക്കാൻ സെർവന്റിനെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോയി സുഖിച്ചിരിപ്പാണെന്ന് പറയിക്കാനാണോ നീ എന്നോട് ഇങ്ങനെ തർക്കിക്കുന്നേ? ഞാൻ പറയുന്നത് എന്താണെന്നും അതിന്റെ കാരണം എന്താണെന്നൊക്കെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവിടേക്ക് വന്നത് എന്തിനാണോ, ഇവിടെ ആര് നിന്നാലാവും അച്ഛന് ഇഷ്ടമെന്നും അമ്മയ്ക്കറിയാം. അത് കണ്ടില്ലെന്ന് നടിച്ച് ഈ ട്രീറ്റ്മെന്റിന്റെ ഫലം ഇല്ലാതാക്കരുത്. നിർത്തടാ. സിദ്ധുവിനെ വിട്ട് ഞാൻ പോകുന്ന പ്രശ്നമില്ല. ദേവിക പറഞ്ഞു വിടുന്ന അമ്മയെ കരുതണ്ട. അമ്മയുടെ തീരുമാനം ഇവിടെ നിൽക്കാനാണെങ്കിൽ ആയിക്കോ. പക്ഷെ ദേവി ഇവിടെ തന്നെ കാണും.